കൂട്ടുകാരെ, വീട്ടുകാരെ, നാട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ ബന്ധം വീട്ടുകാർ എതിർത്തു. സമ്മതിക്കുന്നവരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. പ്രണയകഥ പറഞ്ഞ് ബിന്നി. ഒരുമിച്ച് അഭിനയിക്കുന്നവർ പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ പതിവാണ്. എന്നാൽ അഭിനയത്തിലേക്ക് എത്തും മുമ്പ് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത് രസകരമാണ്. അങ്ങനെയുള്ള രണ്ടുപേരാണ് നുബിനും ബിന്നിയും. ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് നുബിനും ബിന്നിയും. നുബിനെയാണ് മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത്. ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിലൂടെ പ്രതീക്ഷ ആയുള്ള നുബിൻ്റെ അഭിനയം കയ്യടി നേടി. പിന്നീടാണ് ബിന്നിയുടെ എൻട്രി. ഗീതാഗോവിന്ദത്തിലൂടെ പരമ്പരയും ബിന്നിയും ജനപ്രീതി നേടുകയും ചെയ്തു. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് ബിന്നി. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബിന്നി ആ കഥ പങ്കുവച്ചത്. വിവാഹത്തിന് കുടുംബങ്ങൾ എതിരായിരുന്നു. എന്നാൽ അവരുടെ പ്രണയത്തിന് മുന്നിൽ ഒടുവിൽ വീട്ടുകാർ മുട്ടുമടക്കുകയായിരുന്നു. ആ പ്രണയകഥ വായിക്കാം തുടർന്ന്. ഒരു സുഹൃത്ത് മുഖേനയാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത്. ഇടയ്ക്ക് ചാറ്റ് ചെയ്യും. അത് എപ്പോഴോ പ്രേമമായി. ആ സമയം ഞാൻ ചൈനയിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. നുബിൻ ദുബായിലും. പിന്നീട് അവൻ നാട്ടിൽ വന്ന് LLBക്ക് ചേർന്നു. ഒരു സ്ഥാപനം തുടങ്ങി. മോഡലിംഗും സജീവമായി. അതുവഴി സീരിയലിലും എത്തിയെന്നാണ് ബിന്നി പറയുന്നത്. അതേസമയം തങ്ങളുടെ പ്രണയത്തിന് വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നില്ലെന്നാണ് ബിന്നി പറയുന്നത്. ഞങ്ങളുടെ ബന്ധത്തിന് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവർ സമ്മതിക്കുന്നവരെ കാത്തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരും. ഒടുവിൽ കാത്തിരുന്ന സമ്മതം കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നായതെന്ന് ബിന്നി പറയുന്നത്. പിന്നീടാണ് ബിന്നിയുടെ സീരിയൽ എൻട്രി. ഒരിക്കൽ ഏഷ്യാനെറ്റിൻ്റെ ടെലിവിഷൻ അവാർഡ് നിശയിൽ പങ്കെടുക്കാൻ നുബിനൊപ്പം പോയി. അവിടെ വെച്ച് കണ്ട ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ നുബിനെ വിളിച്ച് എൻ്റെ ഫോട്ടോ ചോദിച്ചു. പുതിയൊരു സീരിയൽ വരുന്നുണ്ടെന്നും അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ സീരിയൽ എന്ന ആഗ്രഹമില്ലായിരുന്നു. സിനിമയായിരുന്നു ലക്ഷ്യമെന്നാണ് ബിന്നി പറയുന്നത്. സെറ്റിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു അവരുടെ വിളിയെത്തി. ഞാൻ മനസ്സോടെ പോയി. ലുക്ക് ടെസ്റ്റിനാണ് പോകുന്നത് എന്നായിരുന്നു ധാരണ. എന്നാൽ അവിടെ പൈലറ്റ് ഷൂട്ടായിരുന്നു. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. അത്ര താല്പര്യമില്ലാതെ അഭിനയിച്ചു. വലിയ ഡയലോഗുകളായിരുന്നു. പിന്നിൽ നിന്ന് ഒരാൾ പറഞ്ഞു തന്നെങ്കിലും ഡയലോഗുകൾ പലതവണ തെറ്റിച്ചു എന്നാണ് ബിന്നി പറയുന്നത്. അന്ന് തിരികെ വീട്ടിലെത്തിയ ബിന്നി നൂബിനോട് പറഞ്ഞത് ആരെ എടുത്താലും തന്നെ എടുക്കില്ല എന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. നായികയായി ബിന്നി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഗീതാഗോവിന്ദത്തിലെ ഗീതുവായി ബിന്നി മിനി സ്ക്രീനിലെത്തി. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡയലോഗ് തെറ്റുമായിരുന്നു. പക്ഷെ പതുക്കെ എല്ലാം ശരിയായി. അതിന് പരമ്പരയിലെ നായകനായ സാജു സൂര്യ തന്നെ ഒരുപാട് സഹായിച്ചു എന്നാണ് ബിന്നി പറയുന്നത്. ഇന്ന് പലരും തന്നെ വിളിക്കുന്നത് പോലും ഗീതു എന്നാണെന്ന് ബിന്നി പറയുന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ബിന്നിയുടെ അവസ്ഥ ഏതാണ്ട് എനിക്ക് മനസ്സിലാവും. പുറകിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരുന്നിട്ട് പോലും ഡയലോഗ് തെറ്റുമ്പോൾ ഇവിടെ നിന്ന് കുത്തിയിരുന്ന് നോക്കി വായിക്കുന്ന എനിക്ക് തെറ്റുന്നു. പിന്നെ സാരമില്ല, പിന്നെ നമ്മളൊക്കെ ഇതുപോലെയാണ്. അപ്പോൾ മറ്റൊന്നും പറയാനില്ല. ഗിവ് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ ചെയ്യരുത്. എന്നെ ചീത്ത വിളിക്കരുത്, എന്നെ പുകഴ്ത്തരുത്. ഇത് രണ്ടും അല്ലാതെ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്തു. 22 ദിവസം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്ത ആരെ ആയാലും അവരെ നമ്മൾ സെലക്ട് ചെയ്യും. അതിലൊരാൾക്ക് ഞാൻ ഈ സമ്മാനം അയച്ചു തരുന്നതാണ്. പിന്നെ ഒരുപാട് നമ്മളെ ഇങ്ങനെ കളിയാക്കി അല്ലെങ്കിൽ പുച്ഛിച്ച് നമ്മളെയൊക്കെ അങ്ങ് എന്താ പറയുക ഒരുമാതിരി ചൊറിഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരോടൊന്നും മറുപടിയും കൊടുത്ത് നമ്മൾ ആ സമയം കളയുന്നില്ല. അപ്പോൾ ഇത് വേണ്ടവർ, ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി എൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നവർ അയക്കാൻ പറ്റാത്തവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അതുതന്നെയല്ല, എനിക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാർ ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയച്ചേ പറ്റൂ. അങ്ങനെ അയക്കുന്നവരെ മാത്രമേ ഞാൻ ഇതിൽ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ.